ചമ്രവട്ടം പാർക്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പാർക്കിന്റെ കവാടത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. സമരം കെപിസിസി മെമ്പർ അഡ്വക്കേറ്റ് എം രോഹിത് ഉദ്ഘാടനം ചെയ്തു. പാർക്കിനെതിരെ പ്രതിഷേധവും ഉടനെ പരിഹരിക്കുക. ശോചനീയാവസ്ഥ പരിഹരിക്കുക. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ചമ്രവട്ടം പാർക്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പാർക്കിന്റെ കവാടത്തിൽ റീത്ത് വെച്ചുകൊണ്ട് സമരം നടത്തി. കെപിസിസി മെമ്പർ അഡ്വക്കേറ്റ് എം രോഹിത് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ സമരം നടക്കുന്നത്. നേരത്തെ ഇവിടെ വൈശാഖ് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ടൂറിസം രംഗത്ത് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള രണ്ട് പ്രദേശമാണ് പൊന്നാനിയും തിരൂരും എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ രണ്ട് താലൂക്കിലും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ടൂറിസം രംഗത്ത് വലിയ കുതിപ്പിന് നേതൃത്വം കൊടുക്കാൻ പറ്റാവുന്ന നിരവധിയായ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് നിൽക്കുന്ന ഈ സ്ഥലം തന്നെ ഭാരതപ്പുഴയോട് ചേർന്ന നിളാ നദിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പാർക്കിനടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പുറത്ത് പൊന്നാനി നിയോജക മണ്ഡലത്തിലെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പുഴയോരമാക്കി വികസിപ്പിക്കാൻ പറ്റാവുന്ന, ഒരുപക്ഷെ മറൈൻ ഡ്രൈവിനെയൊക്കെ അതിജീവിക്കാൻ പറ്റാവുന്ന, ആ തരത്തിലേക്ക് കിടപിടിക്കാൻ പറ്റാവുന്ന കർമ്മ റോഡ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് BM റെഗുലേറ്റർ കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൂറിസം പദ്ധതി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെളിയങ്കോട് പഞ്ചായത്തിലും പൊന്നാനിയിലെ തീരദേശവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിരവധിയായ ടൂറിസം പദ്ധതികൾക്ക് സാധ്യതയുള്ള ഒരു സ്ഥലവും കൂടിയാണ് തിരൂരും പൊന്നാനിയും ഒക്കെ. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ കുറെ വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ ടൂറിസം വകുപ്പിന്റെയൊക്കെ അനാസ്ഥ മൂലം ഇതിനെയൊന്നും ആ തരത്തിൽ പ്രൊജക്ട് ചെയ്യുവാനോ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ വിശ്രമ ദിവസങ്ങൾ അല്ലെങ്കിൽ സമയങ്ങൾ ആനന്ദകരമാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ടൂറിസം രംഗത്തുള്ള ഒരു മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ സമരം നടക്കുന്ന ഈ പദ്ധതി പോലും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റാത്ത അന്തരീക്ഷം നിൽക്കുകയാണ്. ഈ പാർക്കിൽ നിന്നാണ് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പേ MDM ഉൾപ്പെടെയുള്ള വലിയ ലഹരി മാഫിയെ പിടികൂടുന്ന സ്ഥിതിയുണ്ടായത്. ഇപ്പൊ ഈ കേന്ദ്രം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഈ പാർക്ക് ഇന്ന് നമ്മുടെ പ്രദേശത്തെ മയക്കുമരുന്ന് മാഫിയകളുടെ കേന്ദ്രമായി നിൽക്കുകയാണ്. എല്ലാ തരത്തിലുള്ള അനാശ്വാസ പ്രവർത്തനങ്ങൾക്കും നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് തൃപ്രങ്ങോട് അധ്യക്ഷത വഹിച്ചു. ചമ്രവട്ടം സ്നേഹപാത പാർക്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ സ്ഥലം MLA തികഞ്ഞ പരാജയമാണെന്നും തവനൂരിന്റെ ടൂറിസം സാധ്യതകൾ തകർത്തത് സർക്കാരിന്റെയും സ്ഥലം MLAയുടെയും നിസ്സംഗ മനോഭാവമാണെന്നും പറഞ്ഞു. പാർക്കിൽ നടന്ന നിർമ്മാണ പ്രവൃത്തികളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് CM പുരുഷോത്തമൻ, മണ്ഡലം പ്രസിഡന്റ് ചെമ്മല അഷ്റഫ്, സുഭാഷ് പയനാട്, റഹീം മാസ്റ്റർ, കരീം പോത്തനൂർ, മുസ്തഫ, SP അബു, ഷോജിത്ത്, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രണവ് കോലത്ത്, നബീൽ, ഷാഹിദ് മുഹമ്മദ്, മഹേഷ് വട്ടംകുളം, ഷഹീർ എടപ്പാൾ, അബ്ദുറഹിമാൻ, ഷംസീദ്, അൽഫാൻ കൈമലശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. NCV ന്യൂസ് തവനൂർ.